ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രതിഭയോട് മനീഷ കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങണം. അങ്ങനെ അന്ന് ഞങ്ങൾ ആ അമ്പലത്തിൽ വന്നത് നിന്നുമായുള്ള വിവാഹം ആലോചിക്കാനാണ് എന്ന് അങ്ങ് പറയുമ്പോൾ പൊട്ടിക്കരയാണ് കേട്ടോ. മനീഷക്കത് താങ്ങാൻ കഴിയുന്നില്ല, പ്രതിഭക്കത് താങ്ങാൻ കഴിയുന്നില്ല മനീഷയുടെ ആ വാക്കുകൾ. അങ്ങനെ ഇഷ എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ പൊട്ടിക്കരയുമ്പോൾ നീ ഇങ്ങനെ കരയാതെ, സത്യേട്ടൻ നിന്നെ തിരക്കിയിട്ടായിരുന്നു വന്നത്. സത്യേട്ടനോട് ഞാൻ ആവശ്യപ്പെട്ടത് നീയുമായുള്ളൊരു വിവാഹമായിരുന്നു, പക്ഷെ നീ എന്നെ സംശയിച്ചു. എന്തായാലും ഇനി അപ്പോഴേക്കും ഈ ഒരു വിവാഹത്തിന് സമ്മതം പൊളിയിരുന്നു എന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുന്ന പ്രതിഭ കരയാണ്. അപ്പോൾ കണ്ണ് തുടക്കുക എന്ന് പറയുമ്പോൾ പ്രതിഭ പറയാണ്, ഈശ്വരൻ എൻ്റെ കൺമുന്നിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ആളെ എനിക്ക് വരനായി തരുമ്പോൾ ഞാനത് തട്ടിത്തെറിപ്പിച്ച ഒരു വ്യക്തിയാണ്, ഇനി എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ മോളെ നിങ്ങൾ രണ്ടുപേരും എന്താണ് അവിടെ കാണിക്കുന്നത്, ചായ കുടിക്കാൻ വായോ എന്ന് പറഞ്ഞ് വിളിക്കാൻ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അധികം സംസാരിക്കാൻ കഴിയുന്നില്ല കേട്ടോ. എന്നാൽ ഈ സമയം സത്യനെയാണ് കാണിക്കുന്നത്. സത്യൻ ഇങ്ങനെ ചായ കുടിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ശബരിയും അതുപോലെ ദയയും വരികയാണ്. അതാ സത്യമായിട്ട് നിൽക്കുന്നതെന്ന് പറയണം. അങ്ങനെ സത്യൻ്റെ അടുത്തോട്ട് ഇവർ ചെല്ലുകയാണ്. ഇതിപ്പോൾ എന്താ അപ്രതീക്ഷിതമായ ഒരു കാഴ്ചയാണല്ലോ, എന്താ ഈ വഴിക്ക് ചായ കുടിക്കാൻ വന്നതാണോ? അപ്പോൾ നിന്നെ ചായ കുടിക്കാനല്ല, ഞങ്ങളോട് ഗോകുല് പറഞ്ഞത് പ്രകാരം ഇങ്ങോട്ടേക്ക് വന്നതാണ്. അപ്പോൾ എന്താ വിശേഷിച്ച് എന്തെങ്കിലും ഉണ്ടോ എന്ന് സത്യം ചോദിക്കുമ്പോൾ വിശേഷമുണ്ട്, സത്യനെ തിരഞ്ഞ് തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ എന്നെ തിരഞ്ഞ് ആളുകൾ വരെ, എന്താ ഈശ്വര ഈ പറയുന്നത്? സത്യ എൻ്റെ കുഞ്ഞിൻ്റെ നൂലുകെട്ടാണ്, നീ വരണം. അപ്പോൾ അതിന് എന്നെ തിരയണോ, എൻ്റെ വീട്ടിലോട്ട് പോയാൽ പോരെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണിട്ടാ. എനിക്ക് മനസ്സിലായി, എൻ്റെ വീട് എന്ത് വീടാണെന്ന് എനിക്ക് നന്നായി അറിയാം, അതുകൊണ്ട് ആ വീട്ടിൽ ചെന്നാൽ എന്താ കിട്ടുകയെന്നും എനിക്കറിയാം. പക്ഷേ എൻ്റെ അമ്മയാണ് എന്നെങ്കിലും കൂടി ഞാൻ പറയാണ്, എനിക്കറിയാം എങ്കിലും കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയാലും എല്ലാവർക്കും ബാധകമാണ്, ആ വീട്ടിൽ എന്ത് പരിപാടി വന്ന് പറഞ്ഞാലോ അപ്പോൾ എല്ലാവർക്കും ബാധകമാണെന്നൊക്കെ പറയാം കേട്ടോ. എന്നാൽ ഞാൻ 2 ചായ നിങ്ങൾക്ക് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് സത്യം ഇങ്ങനെ ചായ പറയുന്നുണ്ട്. അപ്പോൾ പിന്നീട് ചായ കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയം ശ്യാം എവിടെയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്യാം ഓഫീസിലുണ്ടാവുമെന്ന് പറയാം കേട്ടോ. അപ്പോൾ തന്നെ എന്നാൽ സോനിയെയും ശ്യാമിനെയും കാണാൻ ഓഫീസിൽ പോയാൽ മതിയോ, അപ്പോൾ എൻ്റെ വീട്ടിലോട്ട് പോകാനുള്ള മടിയാണല്ലേ എന്ന് സത്യം പറയുമ്പോൾ അവിടെ എല്ലാം അതുകൊണ്ടല്ല, ശ്യാമിനെ കാണാമല്ലോ എന്ന് പറയണം. അങ്ങനെ വീട്ടിൽ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ കടയിലോട്ട് പോവാൻ എന്നാൽ ശരിയെന്നൊക്കെ പറഞ്ഞിട്ട് കടയിലോട്ട് പോകാൻ ഒരുങ്ങാൻ കേട്ടോ. ഇതേ സമയം മഞ്ചാരിയുടെ അടുത്തോട്ട് ചീരു വന്ന് പറയാണ്, നിൻ്റെ മരുന്ന് കിട്ടാൻ ഞാൻ ടൗണിലോട്ട് പോകേണ്ടി വന്നു, എൻ്റെ മരുന്ന് ഇവിടെ ഒന്നും കിട്ടാനില്ല മോളെ. എന്തായാലും ജീവരാജിൻ്റെ അച്ഛനമ്മയും വന്നപ്പോൾ നിൻ്റെ മനസ്സൊക്കെ മാറി മറിഞ്ഞോ, നീ എന്തെങ്കിലും സൈലൻ്റ് ആയിരിക്കുന്ന ചേച്ചിമാരൊക്കെ പല വട്ടം തിരിച്ചു മറിച്ച് ചോദിച്ചിട്ട് നീ എന്ത് തീരുമാനം എടുത്തത്? അവനെപ്പോലെ ഒരു ഫ്രോഡിന് നീ ഒരിക്കലും വളം വെച്ച് കൊടുക്കരുത്. കാരണം അച്ഛനമ്മമാർ തന്നെയാണ് ഒരു തെറ്റിന് ഇങ്ങനെ മക്കൾക്ക് കുട പിടിച്ച് കൊടുക്കുന്നത്. അങ്ങനെ കുട പിടിച്ച് കൊടുക്കുന്നത് പല തെറ്റുകളും മക്കൾ അത് മുതലെടുത്ത് പിന്നെയും ആവർത്തിച്ചും കൊണ്ടിരിക്കും. അത് മോളെ നീ മനസ്സിലാക്കണം എന്നൊക്കെ പറയുമ്പോഴും മഞ്ചാടി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അമ്പിളി കയറി വരികയാണ്. എന്താടി നിനക്ക് നിൻ്റെ മനസ്സിന് ചാഞ്ചാട്ടം ഉണ്ടടി, ഇനിയും നിനക്ക് മതിയായില്ലടി, അവൻ കാരണം നമ്മുടെ വീടിന് നിനക്ക് ഇനി മരണത്തിലോട്ട് പോലും പോയില്ലടി, ഇനി അതൊക്കെ മറന്ന് നീ അവൻ്റെ അച്ഛൻ്റെ അമ്മയും വാക്ക് കേട്ടപ്പോൾ നിൻ്റെ മനസ്സ് മാറിയോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ചീര് പറയണേ, അമ്പിളി ചേച്ചി ഒന്നും മിണ്ടാതിരിക്കെ, കാരണം ഒരു ഇതിന് ഇരയായ പെൺകുട്ടിക്ക് ഇനി എന്തും ചിന്തിച്ചിട്ടാണ് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ ഒരു ചിന്തിക്കാനുള്ള സമയം മഞ്ചാടിക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ അനുഭവം പറയണേ, ശരിയാണ് മഞ്ചാടിക്ക് അങ്ങനെ ഒരു സമയം കൊടുക്കുക, മഞ്ചാടി നമ്മളോട് നല്ലത് പറയും, ഉറപ്പാണ്. അവനൊരിക്കലും മഞ്ചാടി ശിക്ഷ വേണ്ടെന്ന് വെച്ച് മഞ്ചാടി അവനെ പുറത്ത് കൊണ്ടുവരില്ല, അവനെല്ലാം അനുഭവിച്ചിട്ട് തന്നെ പുറത്ത് വരുള്ളൂ എന്നൊക്കെ പറയുമ്പോഴും മഞ്ചാടി പറയുകയാണ്, ചേച്ചിമാർ പറഞ്ഞത് ശരിയാണ്, എന്തായാലും എൻ്റെ തീരുമാനം ഞാൻ കുറച്ച് കഴിയുമ്പോഴേക്കും അച്ഛനോട് പറയും, എനിക്കൊന്ന് ആലോചിക്കണം. ഒരു പീഡനത്തിന് ഇരയായ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ നിങ്ങൾക്ക് ഞാൻ പറയേണ്ടതില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ആലോചിച്ച് അച്ഛനോട് പറഞ്ഞോളാം എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിടുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം ദയയും ശബരിയും കൂടിയിട്ട് ഇങ്ങനെ ശ്യാമിൻ്റെ കടയിലോട്ട് പോകുന്ന സമയത്താണ് വഴിയിൽ വെച്ച് സുഷിലയെ കാണുന്നത്. അപ്പോൾ യാദൃശികമാണ്, അപ്പോൾ ദയയാണ് കാണുന്നത്. അപ്പോൾ ദയ പറയാണ് ശബരിയോട് ഒന്ന് വണ്ടി നിർത്തിയേ. അപ്പോൾ ഉടനെ എന്തിനാണ് വണ്ടി നിർത്തുന്നത്? അപ്പോൾ പറയണേ, വണ്ടി നിർത്തുന്നത് അവിടെ കണ്ടില്ലേ സുശീലാൻറ്റി, അതാ മാർക്കറ്റിലോട്ടാണ്, എന്നിങ്ങോട്ടാണ് പോകുന്ന അറിയില്ല, പോകുന്നു. എന്തായാലും നമുക്കിത് നല്ല അവസരമാണ്, അവരവരുടെ വീട്ടിലില്ല, അതുകൊണ്ട് തന്നെ സോനയെ കാണാൻ നമുക്ക് വീട്ടിലോട്ട് പോവാം എന്ന് പറയണ്ട. അപ്പോൾ ശബരി പറയണേ, എന്നാൽ ശരി നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്ന് പറഞ്ഞാൽ അവർ ഇങ്ങനെ പുറത്ത് അവിടെ ചെല്ലുകയാണ്. എന്നിട്ട് ഗേറ്റൊക്കെ തുറന്ന് ഉള്ളിലോട്ട് കയറുമ്പോൾ കാണാൻ ശ്യാമു ഓഫീസിലോട്ട് പോകാൻ ഇങ്ങനെ ഇറങ്ങി വരുന്നത്, കമ്പനിയിലോട്ട് പോകാൻ. യാദൃശികമാണെങ്കിലും ശ്യാമേ നീ കമ്പനിയിലാണ് ഉണ്ടാകുമെന്ന് കരുതിയത്, ഇവിടെ വെച്ച് നിന്നെ കാണാൻ പറ്റിയില്ല, അത് വലിയ ഭാഗ്യം. അപ്പോൾ തന്നെ ശബരി, നിന്നെപ്പോലെ ആളെന്താ ഇവിടേട്ട് വന്നിരിക്കുന്നത്, എന്ത് പറ്റി, വീട് മാറി കയറിയതൊന്നല്ലോ? അല്ല, വീട് മാറിയതല്ല, ഒരു വിശേഷം പറയാനാണ്. ഞങ്ങളെപ്പോലെയുള്ളവരോട് നിങ്ങൾ വിശേഷം പറയുക, എന്താ നിങ്ങളൊന്നും ഞങ്ങളെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റില്ലേ എന്ന് ശബരി ചോദിക്കുമ്പോൾ അതെല്ലാം എന്നാലും ഞാൻ ചോദിച്ചു എന്നുള്ളൂ. അപ്പോൾ തന്നെ സോന ഇറങ്ങി വരികയാണ്. അങ്ങനെ സോന ചോദിക്കും, ശബരിയേട്ടനും ദയയും എന്താ വിശേഷിച്ച്, കുഞ്ഞിനെ എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല? ഈ നട്ടുച്ച വെയിലത്ത് ഇനിയിപ്പോൾ കുഞ്ഞിനെ കൊണ്ടുവന്നാൽ അതിന് വല്ല നീരിറക്കും വരണ്ട എന്ന് കരുതിയിട്ടാണ് കൊണ്ടുവരാതിരുന്നത്.
ഞങ്ങളൊരു വിശേഷം പറയാനാണ് വന്നിരിക്കുന്നത്. എന്ത് വിശേഷം? ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ചോറൂണാണ്, നൂലുകെട്ടാണ് എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആഹാ നല്ല വിശേഷമാണല്ലോ, ഇത്രയും നല്ല ഒരു വിശേഷം പറയാനാണോ ഇത്രയും വൈകിച്ചത്? അപ്പോൾ അല്ല ആഘോഷത്തോടു കൂടിയില്ല കഴിക്കുന്നത്. അപ്പോൾ തന്നെ ആഘോഷത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ആ പരിപാടി കഴിക്കണം എന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ അച്ഛന് തീരെ സുഖമില്ല. അച്ഛന് സുഖമില്ലാത്തത് കൊണ്ട് തന്നെ ആ പരിപാടി അങ്ങനെ കഴിക്കാൻ പറ്റില്ല എന്ന് പറയാം കേട്ടോ. അപ്പോൾ അവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ വെച്ച് കഴിക്കണം എന്നാണ് ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും വരണമെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ അമ്മ ഇവിടെ ഇല്ലല്ലോ, അപ്പോൾ നിങ്ങൾ എന്തായാലും വരാൻ മറക്കരുത് എന്ന് ഇങ്ങനെ ദയ പറഞ്ഞും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുഷീലയെ മനഃപൂർവ്വം ഒഴിവാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒഴിവാക്കൽ ഇങ്ങനെ ശ്യാമും സോനയും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ദയ പറയുകയാണ്, ഞാൻ പോട്ടെ എന്നാൽ, ഞാൻ ഇനി നിൽക്കുന്നില്ല, അത് പറ്റില്ല, നീ ഒരു ചായ കുടിച്ചിട്ടേ ഇവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ, അമ്മയെ കാത്തു നിൽക്കുന്നില്ലെങ്കിൽ വേണ്ട, നിങ്ങളൊരു ചായ കുടിക്കുക എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ഇവർ ചായ കുടിച്ച് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും സുശീല തൻ്റെ ഗേറ്റിന് വെളിയിലെത്തി. പക്ഷേ സുശീലയെ അവർ കാണുന്നില്ല. കണ്ടയെ ചെറുതായി കാണുന്നെങ്കിലും കണ്ടതായി ഭാവിക്കുന്നില്ല. അങ്ങനെ അവർ ഇങ്ങോട്ട് കിടക്ക് ശബരിയേട്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് പോവാണ് കേട്ടോ. ഇതെന്താ അനുപമയെ ഈ വീട്ടിലോട്ട് കയറാൻ സമർപ്പിച്ചവർക്കും ഇവിടെ എല്ലാവരും കയറി ഇറങ്ങൽ തുടങ്ങിയോ, ഇനിയിപ്പോൾ ഇവിടെ ആവുമോ മാറ്റം എന്നൊക്കെ ഇങ്ങനെ സുശീല പറഞ്ഞും കൊണ്ടിട്ട് കയറി വരികയാണ്. ഡി സോനെ, ഡി ഷാമേ, മര്യാദക്ക് പറയടാ എന്നൊക്കെ പറയാൻ ഷാമിനെ എടിപൊടി എന്നൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എന്തിനാണ് ആനന്ദമാഷിൻ്റെ മക്കളെല്ലാം ഇവിടെ കയറി ഇറങ്ങുന്ന ഈ സുശീലയുടെ വീട്ടിൽ അങ്ങനെ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒച്ച എടുക്കുമ്പോൾ സോന പറയാണ്, അമ്മ വിചാരിക്കുന്നത് പോലെ ഒന്നല്ല, പിന്നെ ഞാൻ എന്താടി വിചാരിച്ചിരിക്കുന്നത്, ഇനിയിപ്പോൾ ആനന്ദമാഷിൻ്റെ ഓരോരുത്തരായി ഇവിടെ കയറ്റി പൊറിപ്പിക്കുക എന്ന് നീ കരുതിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കില്ലടി. ഞാനങ്ങനെ പൊറിപ്പിക്കാമെന്ന് കരുതിയിട്ടുണ്ട്, ചേച്ചി ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ ഷ്യാമിന് ദേഷ്യം പിടിക്കുകയാണ്. അങ്ങനെ ഷ്യാമ് പറയണേ, സോനെ വീടിനകത്ത് നിനക്കൊരു പണിയില്ലേ, നിനക്ക് വട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ സോന ഷ്യാമേട്ടാ എനിക്ക് പണിയുണ്ട്, ഞാൻ പോയി എന്ന് പറഞ്ഞ് ഉള്ളിലോട്ടങ്ങ് കയറി പോകുമ്പോൾ അവിടെ സുശീല ഇതിപ്പോൾ എന്തിനാണ് അവർ വന്നത് മനസ്സിലാവുന്നില്ലല്ലോ എന്ന ഭാവത്തെ സുശീല നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് ശബരിയും ദയയും കൂടി സച്ചിയുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. അങ്ങനെ സച്ചിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ രഘു ഒപ്പം ഉണ്ട്. അപ്പോൾ രഘു പറയാണ്, ഇവർക്കൊരു മടി ഇങ്ങോട്ടേക്ക് വരാൻ, ഇത്രയും ചെറിയൊരു പരിപാടി പറയാൻ. അപ്പോൾ സച്ചി ചോദിക്കുക, നമ്മളൊക്കെ ഇനിയിപ്പോൾ എന്തും ആവാൻ പോവില്ലേ, അപ്പോൾ എന്താ വന്നാൽ കുഴപ്പം? അപ്പോൾ സാവിത്രി പറയാം, അതും ശരിയാണ്, എന്താ വന്നാൽ കുഴപ്പം, അതിനൊക്കെ എന്തിനാ എത്ര നാണം, അതുകൊണ്ടാണ് ഞാനും വന്നത് എന്ന് രഘു പറയാൻ കേട്ടാ. അപ്പോൾ കുഞ്ഞിൻ്റെ നൂലുകെട്ടാണ്, കുഞ്ഞിൻ്റെ ചോറൂണാണ്, എന്തായാലും അമ്പലത്തിൽ വെച്ചിട്ട് നടത്താനാണ് വിചാരിച്ചിരിക്കുന്നത്, വലിയ ആഘോഷത്തിൽ നടത്താമെന്നൊക്കെ കരുതി. പക്ഷേ അച്ഛന് തീരെ സുഖമില്ല, റെസ്റ്റാണ് വേണ്ടത്. അപ്പോൾ അമ്പലത്തിൽ ഉണ്ടാവുമോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അമ്പലത്തിലൊന്നും അച്ഛനുണ്ടാവില്ല, അച്ഛന് റെസ്റ്റ് വേണം, അതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരുത്താനാണ് ഉദ്ദേശം. എന്നാൽ എൻ്റെ ഒരു അന്വേഷണം പറയണം, രാമനാഥനെ കാണുകയും വേണം എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം ഹിന്ദു, നിന്നോട് ഞാൻ മിണ്ടാതിരിക്കുന്നത് നിന്നോട് എല്ലാം കഴിഞ്ഞതിന് ശേഷം സംസാരിക്കാമെന്ന് കരുതിയിട്ടാണ്, ഇനിയും മിണ്ടാതിരിക്കുകയൊന്നും വേണ്ടിട്ടോ എന്ന് പറയുമ്പോൾ അതിന് ഞാൻ മിണ്ടാതിരിക്കുന്നൊന്നുമില്ല, നിങ്ങളുടെയൊക്കെ ഒന്ന് കഴിയട്ടെ എന്നിട്ടാവാം എൻ്റെ ഊഹം എന്ന് കരുതിയിട്ടാണ് എന്ന് പറയട്ടോ. അങ്ങനെ ഈ സമയം മെലഡി, നിൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോട്ടോക്കെ ഒന്ന് എനിക്ക് കാണിച്ചതാ എന്ന് പറഞ്ഞിട്ട് ദയ ആ ഫോട്ടോ കാണാൻ വേണ്ടി മേലോട്ട് കയറി പോവാണ് കേട്ടോ. ഇതേ സമയം മഞ്ചാടിയാണെങ്കിൽ തൻ്റെ അച്ഛൻ്റെ മുന്നിലോട്ട് ചെല്ലാണ്. അപ്പം മാഷാണെങ്കിൽ മൊബൈൽ നോക്കിയിരിക്കുകയാണ്. എന്താ മഞ്ചാടി മോളെ നീ പതിവില്ലാതെ എൻ്റെ റൂമിലോട്ട് വന്നിരിക്കുന്നത്? അതെച്ചാ എനിക്കൊരു കാര്യം പറയാനുണ്ട്, നിൻ്റെ ചേച്ചിമാർ പറയുന്നത് പോലെ ഞാൻ ജീവരാജിൻ്റെ അമ്മക്കും നിന്നോട് സംസാരിച്ചോളാം എന്നൊരു വാക്ക് കൊടുത്തു പോയി. പക്ഷേ നീ അത് വേണ്ടെന്ന് പറയുന്ന ഞാൻ കരുതിയത്, പക്ഷെ അവർ വന്നപ്പോൾ നിൻ്റെ മനസ്സ് മാറിയോ? തെറ്റ് ചെയ്തവരെ ഒരിക്കലും ശിക്ഷിക്കാതെ വിടരുത് മോളെ, ശിക്ഷിക്കാതെ വിട്ട് കഴിഞ്ഞാൽ അവർ അത് പിന്നെയും ആവർത്തിക്കും. ഒരു തെറ്റിന് വളം വെച്ച് കൊടുത്താൽ അത് പിന്നെയും ആവും, അത് ഞാൻ പറയേണ്ടതില്ലല്ലോ. ഇല്ല അച്ഛാ, എനിക്കറിയാം, ഞാനിപ്പോൾ അതൊന്നല്ല പറയാൻ വന്നത്, അയാൾക്ക് ശിക്ഷ എത്രത്തോളം കിട്ടാവുന്നോ അത് കിട്ടണം, അയാൾ ചെയ്ത തെറ്റിൻ്റെ ഫലം തെറ്റെന്തെന്ന് അറിയാനേ ആ ശിക്ഷ അനുഭവിച്ചേ പറ്റുള്ളൂ. പിന്നെ എന്താ നിൻ്റെ പ്രശ്നം? അവർ പറഞ്ഞ ആ വാക്കുകളാണ് എന്നെ വല്ലാതെ വേദനിപ്പിച്ചത്, അതെന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു, അതെന്ത് വാക്ക് എന്ന് ചോദിക്കുന്ന സീനിലാട്ടോ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്.